പ്രിയങ്കയെ സംബന്ധിച്ചിടത്തോളം കുറേ സിനിമകൾ ചെയ്തു അല്ലേ? ഒത്തിരി സിനിമകൾ ചെയ്തു, ദീർഘകാല സിനിമകൾ. ലാലേട്ടൻ്റെ കൂടെയും മമ്മൂക്കയുടെ കൂടെയും ഇപ്പോൾ അഭിനയിച്ചിരിക്കുന്ന ആളുകളുടെ കൂടെ ഒക്കെ ചെയ്ത പ്രിയങ്കയാണ്. ഇടയ്ക്ക് വെച്ച് സിനിമകൾ കുറഞ്ഞു പോകുന്നു അല്ലേ? അതേക്കുറിച്ച് പ്രിയങ്ക ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് സിനിമകൾ കുറഞ്ഞു പോകുന്നത്? ഇടയ്ക്ക് വെച്ച് ഒരു 10 വർഷത്തോളം സിനിമ കുറഞ്ഞു പോയതെന്ന് പറയുന്നത് എൻ്റെ ഫാമിലി ലൈഫ് ഇമ്പോർട്ടൻസ് ആയിരുന്നു. എനിക്ക് മോനുണ്ടായിരുന്നപ്പോൾ ഞാൻ എൻ്റെ മോൻ്റെ കൂടെ ഒരു 10 വർഷത്തോളം അങ്ങനെ ഒരു യാത്രയായിരുന്നു. പിന്നെ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ കുറേ പടങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ ആ പടങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പടങ്ങളിൽ സിസ്റ്റർ ക്യാരക്ടർ, നമ്മൾ ചെയ്യുന്ന സഹനടികൾ ചെയ്യുന്ന പോലത്തെ അമ്മ ക്യാരക്ടർ, അങ്ങനെയുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് കുറഞ്ഞു തുടങ്ങി. അപ്പോൾ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ കുറേ റോളുകൾ കുറഞ്ഞു എന്നുള്ളത് സത്യം തന്നെ. അതെന്നെ ശരിക്കും പറഞ്ഞാൽ ബാധിച്ചിട്ടുമില്ല. കാരണം ഞാൻ ഫാമിലി നോക്കി വീട്ടിലിരുന്നിരുന്ന ആളും മോൻ്റെ ഒരു വളർച്ചയുടെ ഒപ്പം നീങ്ങിയതുകൊണ്ട് എനിക്കത് അത്ര ഫീൽ ചെയ്തിട്ടില്ല. ഞാനപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്ത് നിന്നിട്ടേ ഉള്ളൂ. അത്തരം ഒരു സിനിമ സ്വയം ഈ പറഞ്ഞ പോലെ കുടുംബമായിട്ട് മാറി നിന്നപ്പോഴാണ് സിനിമകൾ കുറഞ്ഞു വരുന്നത്. പിന്നീട് സിനിമയിലേക്ക് എത്താൻ അത് കഴിഞ്ഞിട്ട് ഒരു ഇത്രയും ഗ്യാപ്പ് എടുത്ത് പിന്നീട് സിനിമയിലേക്ക് വരാൻ പാടുപെടണ്ടായി വന്നു. എനിക്ക് പാടുപെടുന്ന ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചെയ്തിരിക്കുന്ന പടങ്ങൾ ഒരു ഓൾമോസ്റ്റ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ചെയ്തിരിക്കുന്ന പടങ്ങളെല്ലാം ഒരുവിധം മിക്ക നല്ല ഡയറക്ടേഴ്സും ഒരിക്കലും മനസ്സിൽ വിചാരിക്കാത്ത സ്റ്റാർസ്, ശ്രീദേവി, അരവിന്ദസ്വാമി, ഇങ്ങനെയുള്ള ഒരുപാട് നല്ല ആൾക്കാരോട് നമ്മൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ എത്രയെന്ന് വിചാരിക്കാത്തൊരു ഫീൽഡിലാണ് ഞാൻ എത്തിച്ചേർന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് ഇനി എത്തിപ്പെടാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ കടമ്പ ചാടി ചെല്ലണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഒരു സീൻ ചെയ്യാനാണെങ്കിലും പ്രിയങ്ക അത് ചെയ്യണം എന്ന് പറഞ്ഞ് വിളിച്ച ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. പ്രിയങ്ക ചെയ്തു തന്നത്. അപ്പോൾ അങ്ങനെയുള്ള സീനിൽ എന്നെ വിളിച്ചിട്ടുണ്ട്. അത് ഈ ഗ്യാപ്പിനിടയ്ക്ക് എന്നെ വിളിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിവിൻ പോളിയുടെ ആ ക്രിക്കറ്റിൻ്റെ പടം, അതിലൊരു ബ്യൂട്ടീഷ്യനായിട്ട് ഒറ്റ സീനേ ഉള്ളൂ. ആ ഡയറക്ടർ വിളിച്ചു, വന്ന് ചെയ്യാൻ പറഞ്ഞു. ഞാൻ വന്ന് ചെയ്തല്ലോ. എനിക്കതിന് കാരണം നമ്മൾ ഇപ്പോൾ ഒരു പടം ചെയ്യുമ്പോൾ നമ്മൾ അഭിനയിക്കാൻ വേണ്ടി വന്നതല്ലേ. അപ്പോൾ ഒരു സീനാണെങ്കിലും വന്ന് ചെയ്യുക, പോവുക. അല്ലാതെ എനിക്ക് അങ്ങനെ അഭിനയിക്കാൻ യൂണിയൻ ചാൻസ് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമൊന്നും എനിക്കുണ്ടായിട്ടില്ല. പിന്നെ പരിഭവം പാർവതി അറിയാലോ, അതെൻ്റെ സ്വന്തം ഞങ്ങളുടെ ഒരു പ്രൊഡക്ഷനാണ്. അത് ഇങ്ങനെ ഏഷ്യാനെറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അഭിനയം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇല്ല എന്നുള്ളൊരു വിഷമം നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ മാറ്റി നിർത്തിപ്പെട്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെയുള്ള ചെറുതായിട്ട് തോന്നിയിരുന്നു. നമ്മളൊക്കെ ഇപ്പം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട് ചില ഇതിൽ. കാരണം ഇങ്ങനെ പടങ്ങൾ, പുതിയ ന്യൂ ജനറേഷൻ പടങ്ങൾ വരുമ്പോൾ നമ്മൾ മാറ്റി നിർത്തിയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതിൽ വരുന്നൊക്കെ പുതിയ ആൾക്കാരെ അവരുടെ ഒരു ഗ്യാങ് പോലെയൊക്കെ ചെയ്യാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പടം കാണുമ്പോൾ ഒരു ഇതുമില്ലാത്ത പുതിയ ആൾക്കാർ വരുന്നു, അവരെ കണ്ടിന്യൂ ചെയ്തിട്ട് ചില ഗ്യാങ്ങുകൾ ഇങ്ങനെ കൊണ്ടുപോകും. എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും, ഈ ക്യാരക്ടറൊക്കെ നമ്മൾ വിളിക്കായിരുന്നല്ലോ എന്ന്. പിന്നെ ഇതിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ എന്നെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടാവാം. ഒരു ഡയറക്ടർ എന്നോട് പറഞ്ഞ കാര്യമാണ്, പ്രിയങ്കയെ വിളിക്കാൻ പറഞ്ഞു, ഞങ്ങൾ പ്രിയങ്ക തന്നെ ഈ ക്യാരക്ടർ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ പ്രിയങ്കയ്ക്ക് ഡേറ്റ് ഇല്ല, വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെയും ഉണ്ടായിട്ടുണ്ട് കുറേ സംഭവങ്ങൾ. അപ്പോൾ നമുക്ക് എൻ്റെ മനസ്സിലെന്താണ്, അതെനിക്ക് വിധിക്കപ്പെട്ടതല്ല. എനിക്ക് വിധിച്ചപ്പോൾ ഈ പടം, ഈ റോള് ചന്ദ്രി എന്ന റോള് എനിക്ക് വിധിച്ചതാണ്. ഞാൻ വന്ന് ചെയ്യുന്നു, അതിൽ വിശ്വസിക്കുക. നമ്മൾ ആരും പഴിച്ചാരണ്ട. എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് വന്ന് ചേർന്നിരിക്കും. അതാണ് എൻ്റെ ഒരു വിശ്വാസം. ആ കാലഘട്ടത്തിൽ പ്രിയങ്കയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുറെ നടിമാരുണ്ടല്ലേ, അന്ന് കുറെ പേരുണ്ടല്ലോ. ആ സുഹൃത്ത് പോലെ ഇപ്പോഴും സൂക്ഷിക്കുന്ന നിങ്ങളുടെ അമ്മയുടെ പ്രോഗ്രാം വരുമ്പോൾ ഞാൻ കാണാറുണ്ട്. അവർക്കും സിനിമകൾ വളരെ കുറഞ്ഞു പോയായിരുന്നു. നിങ്ങൾ എല്ലാവരും കൂടെ അതേക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതെന്താണെന്നറിയോ, ഇപ്പൊ സിനിമ കുറഞ്ഞാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആർട്ടിസ്റ്റുകളൊക്കെ സീരിയലായിട്ടും അവർ എൻഗേജറാണ്. അവർക്കൊന്നും വീട്ടിലിരിക്കുന്ന ആൾക്കാരൊന്നുമല്ല, എൻഗേജറാണ്. സിനിമ ഇല്ല എന്നുള്ള വലിയൊരു കുറവുണ്ട്. അതുണ്ടെങ്കിൽ പോലും നമുക്ക് അഭിനയമാണ്, നമുക്ക് ജീവിതമാർഗം അഭിനയം. സീരിയലായാലും അവർ അഭിനയിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തമ്മി ഒരു വിളിക്കുന്നില്ലെന്നേ, പടമൊന്നുമില്ല, എന്ത് ചെയ്യാനാ. ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് അമ്മ, അനിയത്തിമാര്, ചേട്ടൻ്റെ ഭാര്യ, പിന്നെ കിച്ചണിൽ ഇങ്ങനെയുള്ള ഓരോ ക്യാരക്ടേഴ്സാണല്ലോ വരുന്നത്. അതൊന്നും ഇപ്പോഴത്തെ പടങ്ങളിൽ കാണാനില്ല. നമ്മൾ പടം കാണുമ്പോൾ നമുക്ക് കാണണ്ടേ, അയ്യോ അതിലൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, അങ്ങനെ ഇല്ല, ഒന്നും കാണുന്നില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ ചർച്ച അതേ ഉള്ളൂ. പിന്നെ നമ്മൾ ജോലി ചെയ്യുക, സീരിയലായാലും എന്തായാലും അഭിനയിക്കുക. ഒരു വലിയ കേസ് ഉണ്ടായിരുന്നു അല്ലെ, കോടതിയിലെ കേസ് വന്നു, പിന്നീട് കേസ് വേറെ നിലയിലേക്ക് പോകുന്നു, അതുമായിട്ടുണ്ട് വാർത്താ സമ്മേളനവും, വീണ്ടും ആ കേസ് വീണ്ടും വരുന്നു. അത് എത്രമാത്രം പ്രശ്നങ്ങളാണ് ജീവിതത്തിലുണ്ടായത്? അത് ഒരു 20 വർഷം ഈ കേസ് ഞാൻ നടത്തിയത് തന്നെയാണ്. നടന്ന് ഈ കേസിന്റെ പുറകെ നടന്ന് ആ കേസിന് വേണ്ടി വാദിച്ചും കോടതി കയറിയും ഒരുപാട് കഷ്ടപ്പെട്ട ഒരാളാണ്. പക്ഷെ എനിക്ക് ആ കേസ് എൻ്റെ ലൈഫിനെ, എൻ്റെ കലാപരമായ ഭാഗത്തിൽ ബാധിച്ചിട്ടില്ല. കാരണം ഞാൻ അപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
എനിക്ക് അതിനകത്ത് അങ്ങനെ ഒരു കേസ് വന്നപ്പോൾ എന്നെ പ്രിയങ്ക വന്ന് ചെയ്യുമെന്ന് പറഞ്ഞ 1-2 വ്യക്തികളുണ്ട്. പരിഭവം പാർവതി, ഏഷ്യാനെറ്റ്, ഞാൻ ജീവിതത്തിൽ മറക്കില്ല. കേസ് വന്ന അപ്പം തന്നെ അവർ എൻ്റെ പരിഭവം പാർവതി എക്സ്റ്റെൻഡ് ചെയ്ത് തരിക ചെയ്തത്. അതെൻ്റെ ലൈഫായിരുന്നു. രണ്ടാമത് സുബ്രഹ്മണ്യ സാർ, ദേവി മഹാത്മ്യം, കടമറ്റ കത്തനാര് സീരിയല്, ഇതൊക്കെ അവർ എന്നെ വിളിച്ച് അതിനകത്ത് ചെയ്യിപ്പിച്ചതാണ്. അതൊക്കെ എന്നെ സംബന്ധിച്ചൊരു ദൈവഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അതെൻ്റെ ലൈഫിനെ ബാധിച്ചോന്ന് വെച്ചാൽ ബാധിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. ഞാൻ വിഷമിച്ചിട്ടുണ്ട് ഒരുപാട്. പക്ഷെ ഞാൻ അത് 20 വർഷം എൻ്റെ എത്ര എഫേർട്ട് എടുത്തിട്ട് ഞാനത് പയറ്റിയിട്ട് തന്നെ ഞാൻ നിരപരാധി എന്ന് തെളിയുകയും ചെയ്തു. അതിലെനിക്ക് വളരെ ഇതുണ്ട്. കാരണം അങ്ങനെ വന്നല്ലോ. ആരെ വേറെ പത്രക്കാരോ അല്ലെങ്കിൽ വെറുതെ ഒരാളും വിളിച്ച് പറഞ്ഞതല്ല. ഒരു മജിസ്ട്രേറ്റിനെ കൊണ്ട് എനിക്ക് പറയിപ്പിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. ഇത് മജിസ്ട്രേറ്റ് നോക്കിയിട്ട് അതിനകത്ത് തെളിവും ഒന്നും ഇല്ലാത്ത അടിസ്ഥാനത്തിൽ പ്രിയങ്ക ഈ കുറ്റത്തിൽ നിരപരാധിയാണെന്ന് അവിടുന്ന് വന്ന ഓർമ്മ. അപ്പം എല്ലാവരും പറയും ഇതൊക്കെ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റി, ഞാൻ ആരായെന്ന് എല്ലാവരും പറയും അതൊക്കെ ചെയ്യിപ്പി. അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ വന്നു. ഇനി ഒരാൾ പോയി പറയാണ് അവർ വന്നതിനോട് മാപ്പ് പറഞ്ഞു, ഇതങ്ങ് പിൻവലിക്കുക, നടക്കുമോ? മജിസ്ട്രേറ്റ് അപ്പം തന്നെ എഴുതി കൊടുക്കുമോ? അവർ പറഞ്ഞില്ല, അതങ്ങ് കൊടുത്തേക്കാം. അതൊന്നും ഒരിക്കലും ഇല്ല. ഇത്രയും വർഷം അതിനെതിരെ പോയി അവർ ചെക്ക് ചെയ്തതിന് ശേഷമല്ലേ ഞാൻ നിരപരാധി എന്നുള്ളത് വന്നത്. അതെനിക്ക് 20 വർഷം എൻ്റെ നല്ല വർഷം തന്നെയാണ് പോയത്, ഇല്ലേ? മാനസികമായിട്ട് എനിക്ക് വേറൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ആ സമയത്ത് 2 സീരിയലാണ് മാറ്റി നിർത്താതെ നമുക്ക് കൂടുതൽ അവസരം തന്നു വരും. അതെ, സിനിമയിൽ നിന്ന് മാറ്റി നിർത്തി. സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന് വെച്ചാൽ ഇല്ല, മാറ്റി നിർത്തി. ചില ഡയറക്ടേഴ്സ് മാറ്റി നിർത്തിയിട്ടുണ്ടാവും, എനിക്കതറിയില്ല. അതിൻ്റെ പുറകെ ഞാൻ പോയിട്ടില്ല. പക്ഷെ അപ്പോഴും ഞാൻ പടം ചെയ്തിട്ടുണ്ട്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാര്യങ്ങൾ കഴിഞ്ഞ് കുറച്ചൊക്കെ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ പോലും എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ അഭിനയിച്ചിട്ടുമുണ്ട്. എനിക്ക് ആരോടും ഒരു പരാതിയില്ല. കാരണം ഞാൻ ആ ഒരു സംഭവം നടക്കുമ്പോൾ ഒരാളെയും ഞാൻ സഹായിക്കാൻ വിളിക്കാൻ പാടില്ല. കാരണം അവർ സഹായിക്കില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് വേദനിക്കും. അവർക്കത് പറയാനും പറ്റില്ല. കാരണം ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അവരതിൽ പെട്ടുപോകാൻ അവർക്ക് പേടിയുണ്ടാവും. അതുകൊണ്ട് ഒരു കാരണവശാലും എനിക്ക് ആരോടും ഒരു പരാതി ഒരു പരിഭവവും ഇല്ല. അന്ന് തുടക്കം തന്നെ താരസംഘടന അമ്മയിലൊക്കെ മെമ്പറാണ് അല്ലെ? തുടക്കം തൊട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് സംഘടനയിൽ നിന്നും എങ്ങനെയായിരുന്നു ഹെൽപ്പ്? രണ്ടുപേരും ആർട്ടിസ്റ്റുകളാണ്. അതെ, എനിക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഗണേശേട്ടനാണ്. കാരണം ഗണേശേട്ടനായിരുന്നു ഞാൻ ഫസ്റ്റ് വിളിച്ച് പറഞ്ഞത്. അന്ന് ഗണേശേട്ടൻ MLA ഗണേശേട്ടനാണ് വിളിച്ച് പറയുന്നതും എനിക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ട് ഗണേശേട്ടൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അന്ന് സ്റ്റേഷനിൽ വിളിച്ചിട്ടാണ് പ്രിയങ്ക ആ കുട്ടി നിരപരാധിയാണ് എന്നൊരു വാക്ക് ഗണേശേട്ടൻ പറഞ്ഞിരുന്നു. ഞാൻ നിരപരാധിയെന്ന് ഫസ്റ്റ് എനിക്ക് വന്നപ്പോൾ ഞാൻ ആദ്യം വിളിച്ച് ഗണേശേട്ടൻ പറഞ്ഞ വാക്കാണ് പ്രിയങ്ക നിരപരാധി എന്നുള്ള തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഗണേശൻ ഒരു ഇൻ്റർവ്യൂവിനും പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിരപരാധി എന്ന് പറഞ്ഞ ഒരാൾ നിരപരാധി എന്ന് തെളിയിച്ച് അവർ വന്നിട്ടുണ്ട്. ഇനി അവരാരും ക്രൂശിക്കരുതെന്ന്. കാരണം അമ്മയിൽ വന്നിട്ട് എനിക്ക് അമ്മയിൽ നിന്നും ഒരു എതിരഭിപ്രായം വന്നിട്ടില്ല. ഞങ്ങൾ 2 ആർട്ടിസ്റ്റുകളാണെങ്കിൽ പോലും ആ സമയത്തും തീരുമാനമെടുത്ത് എന്താണ്, കേസിൻ്റെ വിധി വരട്ടെ, അതുവരെ അമ്മയെന്ന് പ്രിയങ്ക പുറത്താക്കാനോ നടപടിയെടുക്കാനോ പറ്റില്ല എന്ന് പറഞ്ഞ അമ്മ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്നെ. അതുകൊണ്ട് എനിക്ക് അമ്മയ്ക്കെതിരെയോ ആർക്കെതിരെയോ എനിക്കൊരു ഇനി അഥവാ എന്നെ അതിൽ നിന്ന് പുറത്താക്കുമോ അങ്ങനെ എന്തെങ്കിലും വിഷയം വന്നാലും ഞാൻ അമ്മയെ കുറ്റം പറയില്ല. പറയേണ്ട കാര്യമില്ല. അവർ ചെയ്യുന്ന അവരുടെ ഡിസിഷനാണ്, അത് നമ്മൾ അനുസരിക്കുക, അത്രയേ ഉള്ളൂ. തുടക്കം മുതൽ ഞാനുള്ള ആളാണ്. അമ്മ തുടങ്ങി എന്ന് തൊട്ടുണ്ടോ ഇന്ന് വരെ ഞാൻ അമ്മയിലാക്കുക തന്നെയാണ്.